എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുകയാണ്. പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണിത്. ക്രൂശിൻ്റെ ശക്തി ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം തുറന്നു വരുന്ന ദിനങ്ങളെല്ലാം പ്രാർത്ഥനയുടെയും അതിലേറെ ദൈവകൃപയുടെയും അനുഗ്രഹ ദിനങ്ങളാണ്. ഏറ്റവും ഒരുക്കത്തോടെ അതിലേറെ യോഗ്യതയോടെ ഈ തിരുശുശ്രൂഷകളിലെല്ലാം പങ്കെടുത്ത് കർത്താവിൻ്റെ നവമായ അഭിഷേകം സ്വന്തമാക്കുവാനും ക്രൂശിൻ്റെ ശക്തി അനുഭവിച്ച് ദിനംതോറും കർത്താവിൻ്റെ രക്ഷയിൽ ജീവിക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുകയാണ്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. നമുക്ക് ഒരുമിച്ച് വചനം വായിക്കാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഒരുപാട് പ്രത്യാശ തരുന്ന പരിശുദ്ധ വചനമാണിത്. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം, കർത്താവിൻ്റെ കുരിശിൽ, ആ കുരിശ് മരണത്തിലൂടെ സമ്പൂർണമായ വീണ്ടെടുപ്പ്, നമ്മുടെ അസംഖ്യമായ പാപങ്ങൾക്കുള്ള മോചനവും ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ പരിപൂർണമായ രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. ഇതാണ് സുവിശേഷം. നമ്മുടെ കർത്താവിൻ്റെ കുരിശിൽ നമ്മുടെ സകല പ്രതിസന്ധികൾക്കുള്ള ഉത്തരമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ നമ്മൾ അനുഭവിക്കുന്ന കണ്ണുനീരുകൾക്കും സങ്കടങ്ങൾക്കും നമ്മുടെ ദുരിതങ്ങൾക്കും നൊമ്പരങ്ങൾക്കും മുറിപ്പാടുകൾക്കും കഠിനമായ വേദനകൾക്കും എൻ്റെ സഹോദരങ്ങളെ പ്രതിവിധിയുണ്ട്, ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ വചനം ഉറപ്പ് തരിക. ചങ്കിലേക്ക് ഏറ്റെടുത്തോ. ഇത് ദൈവത്തിന്റെ വചനമാണ്. ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴി പൂർണ്ണമായ രക്ഷയും നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് നമുക്ക് എന്തുമാത്രം പ്രത്യാശ തരുന്നതാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുരിശ് അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ശാപത്തിൻ്റെയും കൊടിയ തിന്മയുടെയും ഒരു അടയാളമായിരുന്നു. നമ്മുടെ കർത്താവ് കുരിശിൽ മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മരക്കുരിശിൽ മരിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ കുരിശ് രക്ഷയുടെ അടയാളമായി ഉയർത്തപ്പെട്ടു. അത് മഹത്വത്തിൻ്റെയും പ്രത്യാശയുടെയും അതിലേറെ ആനന്ദത്തിൻ്റെയും അടയാളമായി മാറ്റപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കുരിശ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വികാരമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ആഴമേറിയ അനുഭവമാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ്. ആ കുരിശ് നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ പ്രതിസന്ധികളിലും വേദനകളിലും ആ കുരിശിനെ നമ്മൾ വാരി പുണരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം, നമുക്ക് കിട്ടുന്ന എന്തെന്നില്ലാത്തൊരു ആനന്ദവും പ്രത്യാശയും സഹോദരങ്ങളെ, അത് മറ്റൊന്നിനും നമുക്ക് നൽകുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ സഭയിൽ ഈ തിരുക്കുരിശിന് വലിയ പ്രാധാന്യവും അതിനെ അടുത്ത വണക്കവുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടെ അവർ അവനെ ക്രൂശിച്ചു. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുകയാണ്, കുരിശിൽ തറയ്ക്കുകയാണ്. അവനോടൊപ്പം മറ്റ് രണ്ടുപേരെയും, രണ്ട് കള്ളന്മാരാണ് അവര്, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലുമായും കുരിശിൽ തറച്ചു. ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ അവനെ ക്രൂശിച്ചു. ആരാണ് ഈ അവൻ?
നമ്മുടെ കർത്താവാണ്. അവിടുന്ന് ക്രൂശിതനാവുകയാണ്, കുരിശിൽ മരിക്കുകയാണ്. ഇതൊന്നും അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ. ഇതിലെല്ലാം വലിയ ദൈവിക വെളിപാടുകളും ദൈവിക മർമ്മങ്ങളുമുണ്ട്. വീണ്ടും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാം വചനത്തിലോട്ട് വരുമ്പോൾ പരിശുദ്ധ വചനം വീണ്ടും പറയുന്നു, അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ. പറഞ്ഞേ കുരിശിൽ, പറഞ്ഞേ കുരിശിൽ. അല്പൂടെ സ്വരത്തിൽ പറഞ്ഞ് കുരിശിൽ. കുരിശിൽ. നമ്മുടെ ഈ ധ്യാന വിഷയം എന്താ? കർത്താവിന്റെ ക്രൂശാണ്, കുരിശിന്റെ വചനമാണ്, കുരിശിന്റെ ശക്തിയാണ് ഈ ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. തന്റെ കുരിശിലെ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായ ആ വീണ്ടെടുപ്പിന്റെ അനുഭവം, കൃപയുടെ സമൃദ്ധി, നമുക്ക് ലഭിച്ച നിത്യരക്ഷയുടെ ആനന്ദം, സഹോദരങ്ങളെ, ഇത് അനുഭവിച്ചു വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ. കുരിശിൽ തറച്ചു. മാർക്കോസ് 15:25 വചനം പറയുന്നു, ക്രൂശിൽ തറച്ചു. വീണ്ടും 15:21 വന്ന് 15:21 പറയുന്നു, അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. എല്ലാവരും പറഞ്ഞ് യേശുവിന്റെ കുരിശ്. പറഞ്ഞേ യേശുവിന്റെ കുരിശ്. അല്പൂടെ സ്വരത്തിൽ പറഞ്ഞ് യേശുവിന്റെ കുരിശ്. യേശുവിന്റെ കുരിശ്. അതാ നമ്മുടെ ധ്യാന വിഷയം. നമ്മുടെ കർത്താവിന്റെ ക്രൂശ്, ആ ക്രൂശിന്റെ ശക്തി സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കണം, നമ്മൾ സ്വന്തമാക്കണം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 26-ാം വചനത്തിൽ വീണ്ടും ആത്മാവ് പറയുന്നു, അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്നൊരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ചു. യേശുവിനെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ വരാൻ നിർബന്ധിച്ചു. കുരിശിൽ ചുമലിൽ വെക്കും. ക്രൂശ്, ഇവിടെ എല്ലാം പറയുന്നത് ക്രൂശ്, ക്രൂശ്, ക്രൂശ്. കർത്താവിന്റെ കുരിശ്, കുരിശ്. സഹോദരങ്ങളെ, ഇതിന് വലിയ പവറുണ്ട്. ഈ കുരിശിന്റെ ശക്തി മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയുകയില്ല. ലോകം ഇപ്പോഴും കുരിശിനെ അപമാനത്തിന്റെയും നിന്ദനത്തിന്റെയും അടയാളമായി കാണുന്നത്. നമ്മുടെ കർത്താവിന്റെ കുരിശ് മരണം ഒരു വലിയ പരാജയമായി കാണുന്ന അനേകം ആയിരങ്ങള് ഈ കാലഘട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പൗലോസ്ലീഹ വ്യക്തമായി ഇതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ്കാർക്ക് ഇത് ലേഖനം, 1-ാമത്തെ ലേഖനമാണ്. 1-ാം അധ്യായം 18-ാമത്തെ വചനം. ഒരുമിച്ച് ഉണർവോടെ നിങ്ങൾ ആ വചനം വായിച്ച്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കർത്താവിന്റെ കുരിശ്, ക്രൂശ് ഭോഷത്വമാണ്. കുരിശിന്റെ വചനം ഭോഷത്വമാണ്. ക്രൂശിന്റെ രഹസ്യം മനസ്സിലാക്കാൻ പറ്റുകയില്ല. കുരിശിന്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റുകയില്ല. കർത്താവിന്റെ ക്രൂശിന്റെ, ആ കുരിശിന്റെ അനോയിന്റിങ് അത് സ്വന്തമാക്കുവാനോ അത് രുചിച്ചറിയാനോ ലോകത്തിന് കഴിയുകയില്ല എന്ന് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. കുരിശിന്റെ വചനം നാശത്തിലൂടെ ധരിക്കുന്നവർക്ക്, ലോക മനുഷ്യനെ, ജഡീക മനുഷ്യനെ ഭോഷത്വമാണ്, അവന് തമാശയാണ്, അവന് പരിഹാസമാണ്, അവന് നിന്നാ വചനമാണ്, അവനത് വെറുമൊരു കെട്ടുകഥ പോലെയാണ്. എന്നാൽ വീണ്ടും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ രക്ഷയിൽ ചരിക്കുന്ന, ആ വചനം ഡിസ്പ്ലേ ചെയ്ത്, രക്ഷയിൽ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. രക്ഷയിലൂടെ കർത്താവിന്റെ രക്ഷയിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനും കർത്താവിന്റെ ക്രൂശ് അത് ശക്തിയുടെ അനുഭവമാണ്, രക്ഷയുടെ അനുഭവമാണ്, നിത്യജീവന്റെ അനുഭവമാണ്. ഈ ക്രൂശിതനെ നോക്കി ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്രൂശിതനാണ്, നമ്മുടെ കർത്താവ് ക്രൂശിതനാണ്. സഹോദരങ്ങളെ, ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കണം.
ക്രൂശിന്റെ ശക്തി ലോകത്തിന് മനസ്സിലാവുകയില്ല. ക്രൂശിന്റെ ശക്തി ലോക മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവിന്റെ രക്ഷയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ ആ വ്യക്തിക്ക്, ആ ദൈവ പൈതലിനെ കർത്താവിന്റെ ക്രൂശ് അത് രക്ഷയുടെ ശക്തിയാണ്, രക്ഷയുടെ അനുഭവമാണ്, മഹത്വത്തിന്റെ അനുഭവമാണ്. കരമുയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച യേശുവേ എന്ന് വിളിച്ചേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പാടികേ. കുരിശാണു രക്ഷ, ജീസസ് കുരിശിലാണു രക്ഷ, ആമേൻ, കുരിശേ നമിച്ചിടുന്നു. കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ വചനം പറയുന്നു, നാശത്തിലൂടെ ജീവിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, കർത്താവിന്റെ ക്രൂശ് പരിഹാസമാണ്. ക്രൂശിന്റെ ശക്തി അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ ആരെല്ലാം കർത്താവിന്റെ രക്ഷയിൽ ജീവിക്കുന്നുവോ അവർക്ക് ഈ ക്രൂശ് രക്ഷയുടെ അനുഭവമാണ്, ശക്തിയുടെ അനുഭവമാണ്. അത് അനുഭവിച്ചൊരിക്കൽ കൂടെ ഏറ്റുപാടിക്കേ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കർത്താവിന്റെ കുരിശിനെ നമിച്ചുകൊണ്ട് കുരിശാണു രക്ഷ, കുരിശിലാണു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ അടയാളമാണ് അവിടുത്തെ ക്രൂശ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് ഉച്ചത്തിൽ രാമൻ പറഞ്ഞ് ആമേൻ, അൽപൂടി സ്വരത്തിൽ പറഞ്ഞ് ആമേൻ. കർത്താവിന്റെ ക്രൂശ് ആരെല്ലാം രക്ഷയിൽ ജീവിക്കുന്നുവോ അവർക്ക് ശക്തിയുടെ അനുഭവമാണ്, അവർക്ക് പ്രത്യാശയുടെ അനുഭവമാണ്, എന്തെന്നില്ലാത്ത ആനന്ദത്തിന്റെ നിറവാണ് കർത്താവിന്റെ ക്രൂശ്. ഈ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, ഈ മർമ്മം പൗലോസിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് ഇപ്രകാരം അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാം വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണത്. നമുക്ക് ഒരുമിച്ച് ഉച്ചത്തിലെ വചനം ഏറ്റു പറയാം. നിങ്ങളിടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും, അതും ക്രൂശിതനെ കുറിച്ച്, കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിനെ കുറിച്ച് മാത്രം എനിക്ക് ചിന്തിച്ചാൽ മതി. എനിക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ക്രൂശിക്കപ്പെട്ട കർത്താവ്, ക്രൂശിന്റെ വചനം, കുരിശിന്റെ സുവിശേഷം. സഹോദരങ്ങളെ, ഇന്ന് ഈ തലമുറയ്ക്ക് ആവശ്യം ഈ ക്രൂശിന്റെ വചനമാണ്. ഈ ക്രൂശിന്റെ വചനമാണ്. ഈ വചനത്തിന് മാത്രമേ ഈ തലമുറയെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും ശുദ്ധീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് വീണ്ടും പൗലോസ്ലീഹ പറയുന്നത്, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1:23 വീണ്ടും പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ, അതേ, ലോക മനുഷ്യന്റെ ഭോഷത്വമാണ്, ലോക മനുഷ്യനെ ഇത് തമാശയാണ്. പൗലോസ്ലീഹ പറയാ, ക്രൂശിക്കപ്പെട്ട
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ. ക്രൂശിക്കപ്പെട്ട, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, ക്രൂശിക്കപ്പെട്ട 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 ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ്ലീഹായുടെ വചന ശുശ്രൂഷയുടെ മുഖ്യ വിഷയം എന്തായിരുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്, ക്രൂശിന്റെ ശക്തിയാണ്, കുരിശിന്റെ വചനമാണ് പൗലോസ്ലീഹ പ്രഘോഷിച്ചത്. ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടു, 10,000 പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, അനേകർ കർത്താവിനെ കണ്ടുമുട്ടി, അവരുടെ ജീവിതങ്ങൾ അവർ യേശുവിനായി സമർപ്പിച്ചു. അവർ കർത്താവിന്റെ പ്രേക്ഷിതരായി, മിഷണറിമാരായി അനേകമിടങ്ങളിൽ കർത്താവിന് വേണ്ടി സ്ഥലസഭകൾ സ്ഥാപിച്ചു. ഇതെല്ലാം സാധ്യമായത് ഈ ക്രൂശിന്റെ വചനം പ്രഘോഷിച്ചതുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിനും ആവശ്യമായിരിക്കുന്നത് കുരിശിന്റെ വചനമാണ്, കുരിശിന്റെ വചനമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്താണ് സഹോദരങ്ങളെ? കൽപ്പിത കഥകളല്ല. പത്രോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ഇത് മനുഷ്യന്റെ പാപന സൃഷ്ടിയല്ല, ഇത് മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയ കൽപ്പിത കഥകളല്ല, മുത്തശ്ശി കഥകളല്ല. ഞങ്ങൾ അവനെ കണ്ടതാണ്, ഞങ്ങൾ അവനെ കേട്ടതാണ്, ഞങ്ങൾ അവനെ തൊട്ടതാണ്, ഞങ്ങൾ അവന്റെ കുരിശുമരണം കണ്ടവരാണ്, ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോധ്യത്തോടെ വിളിച്ചു പറയാൻ പറ്റും, കർത്താവിന്റെ കുരിശിലൂടെ ലഭിച്ച രക്ഷ, ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ ശക്തി ഞങ്ങൾക്ക് പ്രഘോഷിക്കാൻ കഴിയുമെന്ന് പത്രോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുക. എത്ര പവർഫുള്ളായ സാക്ഷ്യമാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്താണ്? ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങളല്ല, ഈ ലോകത്തിന്റെ സംവിധാനങ്ങളല്ല. പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ഇത് ഓരോ ക്രൈസ്തവനും ചങ്കിലേക്ക് ഏറ്റെടുക്കേണ്ട വചനമാണ്. നമ്മുടെ രക്ഷയുടെ അടയാള വചനമാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ വചനത്തിന്റെ തീ ഇറങ്ങണം, നമ്മുടെ തലമുറകളിൽ ഈ വചനത്തിന്റെ കൃപ വ്യാപരിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ വചനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടണം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, വചനം അയച്ച് കെട്ടുകൾ പൊട്ടിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, അത്ഭുത ഡെലിവറൻസ് നൽകണമേ, പൈശാചിക കോട്ടകളെ തകർക്കണമേ, ഇരുട്ടിന്റെ ശക്തികളെ തകർക്കണമേ. സ്തുതിക്കുന്നു, കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. വിളിച്ചു പ്രാർത്ഥിച്ച് യേശു തന്റെ ജീവൻ കൊടുത്ത് അവന്റെ കുരിശിലൂടെ നമ്മളെ വീണ്ടെടുത്തു, അവന്റെ ക്രൂശിലൂടെ നമ്മളെ നിത്യമായി രക്ഷിച്ചു. നമ്മളെ പാടി പ്രാർത്ഥിക്കാൻ പോവാ. അത്ഭുതങ്ങൾ നടക്കുന്ന സമയം, അടയാളങ്ങൾ വെളിപ്പെടുന്ന സമയം, ദൈവശക്തി വ്യാപരിക്കുന്ന സമയം. എല്ലാം ഒറ്റ വിളി, യേശുവേ. ജീസസ്, ജീസസ്, ജീസസ്. ശക്തിയോടെ കരമടിച്ച് 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 പവർ. എല്ലാവരും ആ രക്ഷയുടെ അനുഭവം അനുഭവിച്ചു പാടുക, ക്രൂശിന്റെ ശക്തി അനുഭവിച്ചു പാടുക. കർത്താവിന്റെ ക്രൂശ് നമ്മുടെ ചങ്കാണ്, നമ്മുടെ ചങ്കാണിത്. ഇത് നമ്മുടെ രക്ഷയുടെ അടയാളമാണ്, നമ്മുടെ മഹത്വത്തിന്റെ അടയാളമാണ്. അനുഭവിച്ചു പാട്, അത് അനുഭവിച്ചു പാട്. യേശു തന്റെ രക്തം കൊടുത്ത് നമ്മെ അവൻ വീണ്ടെടുത്തു, തന്റെ രക്തം കൊടുത്ത് നമ്മെ അവൻ സ്വന്തമെടുത്തു. ചേർത്ത് പാടുകേ, യേശു തന്റെ ജീവൻ കൊടുത്ത് ഹല്ലേലൂയ, പവർ. അത് അനുഭവിച്ചു പാടുന്നു. തന്റെ രക്തം കൊടുത്ത് നമ്മെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താൻ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താൻ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. കർത്താവിന്റെ ക്രൂശിന്റെ ശക്തി അനുഭവിച്ച് കരമുയർത്തി ഒറ്റ വിളി, യേശുവേ. അത്ഭുതങ്ങൾ സംഭവിക്കും.
ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, മുഖങ്ങൾ ഒടിക്കുന്ന അഭിഷേകം, ഹൃദയങ്ങളെ തുറക്കുന്ന അഭിഷേകം ജനങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ ആമേൻ. പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച വചനം വായിച്ച് കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വചനം. ഇത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാന വചനമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. പരിശുദ്ധ വചനങ്ങളിൽ എഴുതപ്പെട്ടതുപോലെ 3-ാം ദിവസം നമ്മുടെ കർത്താവ് ഉദ്ധാനം ചെയ്തു. കർത്താവിന്റെ കുരിശുമരണം, കർത്താവിന്റെ സംസ്കാരം, നമ്മുടെ കർത്താവിന്റെ ഉദ്ധാനം മരണത്തെയും ലോകത്തെയും പിശാചിനെയും തോൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഉദ്ധിതനായി ഉദ്ധാനം ചെയ്തു. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. കർത്താവിന്റെ ക്രൂശുമരണം, കർത്താവിന്റെ സംസ്കാരം, കർത്താവിന്റെ ഉദ്ധാനം, ഇതിലാണ് നമ്മുടെ രക്ഷ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നത്. ഇതൊരു കെട്ടുകഥയല്ല, ഇത് ചരിത്ര സത്യമാണ്. ലോക ചരിത്രത്തിൽ നിറവേറപ്പെട്ട ചരിത്ര സംഭവമാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മൾ ഇസ്രായേലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും കാൽവരി മലയും നമ്മുടെ കർത്താവ് നടന്നു നീങ്ങിയ വഴിയോരങ്ങള്, പുരുഷമായി കർത്താവ് മുന്നോട്ട് പോയ ആ തെരുവീതികള്, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത, രോഗികളെ സുഖപ്പെടുത്തിയ, അനേകർക്ക് മാനസാന്തര കൃപ പകർന്ന ആ മണ്ണ് ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. ഇത് കെട്ടുകഥയല്ല സഹോദരങ്ങളെ, ചരിത്ര സത്യമാണ്. ഇതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമാണ് ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ക്രൂശിൽ നമുക്ക് വേണ്ട എല്ലാ ഉത്തരവുമുണ്ട്. കർത്താവിന്റെ കുരിശിൽ നമുക്ക് വേണ്ട സകല നന്മകളുണ്ട്. നമുക്ക് വേണ്ട ഡെലിവറൻസ് ഉണ്ട്, സൗഖ്യമുണ്ട്, നമുക്ക് വേണ്ട വീണ്ടെടുപ്പുണ്ട്, നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് കുരിശിൽ മരിക്കുകയാണ്. തന്റെ അവസാന നിമിഷത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പാ, എല്ലാം പൂർത്തിയായി. എന്താണ് ഈ വചനത്തിനർത്ഥം? മനുഷ്യവർഗം മുഴുവന്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലതും പിതാവേ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ട സകലതും ഞാൻ നിറവേറ്റിയിരിക്കുന്നു. പിതാവ് എല്ലാം പൂർത്തിയായി. സഹോദരങ്ങളെ, കർത്താവിന്റെ കുരിശിലെ മരണത്തിൽ, ആ ക്രൂശിലെ ബലിയിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയുണ്ട്. സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, സോഷ്യലി, ഫിനാൻഷ്യലി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമായ ആ സമഗ്രമായ തലങ്ങളിൽ നമുക്ക് സകലത്തിനുള്ള ഉത്തരമുണ്ട്, നന്മയുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുക. കരം പിടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ആകുലപ്പെടേണ്ട സഹോദരങ്ങൾ, അസ്വസ്ഥരാകേണ്ട. കർത്താവിന്റെ ക്രൂശിലേക്ക് പ്രത്യാശയോടെ നോക്കുക. കർത്താവിന്റെ കുരിശിലേക്ക് പ്രത്യാശയോടെ നോക്കുക. അവിടെ എല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഹെബ്രായ പുസ്തകം 10:14 ഈ തിരുവചനത്തിന്റെ സ്ഥിരീകരണം കാണാൻ പറ്റും. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി
എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. കർത്താവിന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യവർഗം മുഴുവൻ ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ, അവരെ പൂർണ്ണമായും അത് രക്ഷിച്ചിരിക്കുന്നു, പരിപൂർണരാക്കിയിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു. അവർക്ക് നിത്യമായ രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്തിരിക്കുന്നു. ഏക ബലി സമർപ്പണം വഴി, കർത്താവിന്റെ ക്രൂശിലെ മരണം വഴി നമുക്ക് പരിപൂർണത ലഭിച്ചിരിക്കുന്നു. പരിപൂർണത, ഫുൾനെസ് ലഭിച്ചിരിക്കുന്നു. സകല അനുഗ്രഹങ്ങളും നന്മകളും ലഭിച്ചിരിക്കുന്നു. പരിപൂർണമായ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതെന്തുമാത്രം ആനന്ദം തരുന്നൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ള വിഷയമാണ്, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. എന്തിനാ നമ്മുടെ കർത്താവ് മരക്കുരിശിൽ തന്നെ മരിച്ചത്? അതിലെല്ലാം ദൈവവചനത്തിന്റെ മർമ്മങ്ങളും സത്യങ്ങളുമുണ്ട്. റോമൻ പട്ടാളം അവിചാരിതമായി കർത്താവിനെ മരക്കുരിശിൽ തറച്ചതല്ല. ദൈവവചനത്തിന്റെ സത്യങ്ങൾ നിറവേറപ്പെടുകയാണ്. മരക്കുരിശിൽ തന്നെ മരിച്ചാൽ മാത്രമാണ് വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടാവുകയുള്ള സഹോദരങ്ങളെ. ഞാൻ പലപ്പോഴും കുഞ്ഞുനാളിൽ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ കർത്താവ് ഈ മരക്കുരിശിൽ മരിച്ചത്? എത്രയോ വിധത്തിൽ മരണപ്പെടാമായിരുന്നു. പക്ഷെ മരക്കുരിശ് തന്നെ എന്തുകൊണ്ടാണ് ദൈവപിതാവ് കർത്താവായ യേശുവിനെ നിയോഗിച്ചു കൊടുത്തത്? അത് അവിചാരിതമല്ല. ദൈവത്തിന് തെറ്റുപറ്റിയതല്ല സഹോദരങ്ങളെ, ദൈവത്തിന് തെറ്റുപറ്റിയതല്ല. കർത്താവിന്റെ ക്രൂശ് മരണം സ്വർഗത്തിന് തെറ്റുപറ്റിയതല്ല. മരത്തിൽ തന്നെ കർത്താവ് മരിച്ചതിന് കാരണം എന്താണ്? നമുക്ക് പലർക്കും ആ തിരുവചന സത്യങ്ങൾ അറിയാം, എങ്കിലും ആത്മാവ് നമ്മളെ റീഫ്രഷ് ചെയ്യാണ്, നമ്മൾ വീണ്ടും ഒന്ന് ഫ്രഷ് ആക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിലോട്ട് വരാം. 21-ാം അധ്യായമാണ്. 22 മുതൽ 23 വചനങ്ങൾ. ഒരുവൻ മരണശിക്ഷ അർഹമായി കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക. ഇത് ദൈവത്തിന്റെ നിയമമാണ്. നീ മരത്തിൽ തൂക്കണം, നീ മരത്തിൽ തൂക്കണം. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ ക്രൂശിൽ നമ്മളത് ഈ ദിവസങ്ങളിൽ കാണും. എന്താ അവിടെ സംഭവിച്ചത്? ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് ആണ്. ഒരു ദൈവിക കൈമാറ്റം സംഭവിച്ചു. ഒരു ദൈവിക കൈമാറ്റം സംഭവിച്ചു. ഈ കഠോരമായ ശിക്ഷകള് നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ ശിക്ഷകൾ കർത്താവ് ഏറ്റെടുത്ത് നമ്മുടെ കർത്താവ് നമുക്ക് അവന്റെ രക്ഷ പ്രദാനം ചെയ്തു. ശിക്ഷകൾ ഏറ്റെടുത്തു, അതിന് പകരം രക്ഷ നൽകി. ഒരു എക്സ്ചേഞ്ച് നടക്കുക, ഒരു എക്സ്ചേഞ്ച്. ഇതെവിടെയാണ് നടന്നത്? കർത്താവിന്റെ ക്രൂശിലാണ്, കർത്താവിന്റെ കുരിശിലാണ് ഈ ദൈവിക കൈമാറ്റം സംഭവിച്ചത്. വിശ്വസിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. കൃപ കൊടുക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ശക്തി സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന ക്രൂശിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് കർത്താവിന്റെ ക്രൂശിൽ സംഭവിക്കുകയാണ്. ശിക്ഷ ഏറ്റെടുത്ത് പകരം രക്ഷ നൽകുന്നു. നമ്മൾ ഏൽക്കേണ്ട നിന്ദനങ്ങൾ, അപമാനങ്ങളും ഏറ്റെടുത്ത് നമ്മളെ മഹത്വമുള്ളവരാക്കുന്നു. നമുക്കൊരു ഗ്ലോറിയസ് ലൈഫ്, മഹത്വത്തിന്റെ ജീവിതം കർത്താവ് തരികയാണ്. സഹോദരങ്ങളെ, നമുക്കത് പിന്നീട് തുടർന്ന് വരുന്ന ദിനങ്ങളിൽ അത് കൂടുതലായിട്ട് ധ്യാനിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നീ അവനെ മരത്തിൽ തൂക്കണം. വീണ്ടും തിരുവചനം പഠിപ്പിക്കുന്നു, ശവരാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്നു തന്നെ അത് മറവ് ചെയ്യണം. തുടർന്ന് വരുന്ന വചനങ്ങൾ ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ച്, മരത്തിൽ തൂക്കപ്പെട്ടവൻ
ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ ശാപഗ്രസ്തനാണ്. മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ നിയമത്തിൽ, തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുക സഹോദരൻ. എന്തിനാ കർത്താവ് ഈ മരത്തിൽ തന്നെ തൂക്കപ്പെട്ടത്, മരക്കുരിശിൽ തന്നെ മരണപ്പെട്ടത്? സഹോദരങ്ങളെ, നമ്മുടെ മേൽ നിബന്ധിച്ചിരിക്കുന്ന, ആദം മുതൽ ഇങ്ങ് തുടങ്ങിയിരിക്കുന്ന മനുഷ്യവർഗത്തിന് മേൽ നിബന്ധിച്ച സകലവിധ പാപ രോഗ ശാപബന്ധനത്തിന്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് നമ്മുടെ മേൽ വീണിരിക്കുന്ന, നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന സകല ശാപങ്ങളിൽ നിന്നും നമുക്കൊരു വീണ്ടെടുപ്പ് നൽകുവാൻ നമ്മുടെ കർത്താവ് മരക്കുരിശിൽ മരണപ്പെട്ടു. അവൻ മരത്തിൽ തന്നെ തൂക്കപ്പെട്ടു. അത് ദൈവത്തിന് തെറ്റുപറ്റിയതല്ല, ദൈവത്തിന് തെറ്റുപറ്റിയതല്ല. ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയുടെ ദൈവം കുരിശിൽ തൂക്കപ്പെട്ടവനാ, അവനെ പോലെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പലരും പരിഹസിക്കുന്നു, അറിഞ്ഞറിയാതെയോ നിന്ദിക്കുന്നു. എന്തൊക്കെ നിന്നാ വചനങ്ങളാ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച്, നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തെ അപകാസ്യമായി നിന്ദിക്കുന്ന പല പോസ്റ്റുകളും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. സഹോദരങ്ങളെ, കണ്ണുനീരോടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന, നമ്മളെ പിടികൂടിയ കൊടിയ ശാപബന്ധനങ്ങളിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പ് തരിക, നമുക്ക് സ്പിരിച്വൽ ഫ്രീഡം, ആത്മീയ സ്വാതന്ത്ര്യം തരുവാൻ നമ്മുടെ കർത്താവ് മരത്തിൽ തന്നെ തൂക്കപ്പെട്ടു. ഹല്ലേലൂയ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. അതനുഭവിച്ച് പാടുകേ. കുരിശാണു രക്ഷ, ജീസസ്, ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. കുരിശേ നമിച്ചിടുന്നു. സകല ശാപക്കെട്ടുകളും കർത്താവിന്റെ ക്രൂശിന്റെ ശക്തിയാൽ ഇപ്പോൾ തകർക്കപ്പെടുന്നു. റിലീസ്. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈ ദൈവീക മർമ്മം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരണം. പൗലോസ്ലീഹ ഗലാത്യ സഭയെ പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായം 13-ാം വചനത്തിൽ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. സകല ശാപങ്ങളിൽ നിന്നും, സകല ബോണ്ടേജുകളിൽ നിന്നും, എല്ലാവിധ പാപരോഗ ശാപബന്ധനത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ എന്നേക്കുമായി വീണ്ടെടുത്ത് രക്ഷിച്ചു. ജീസസ്, ജീസസ്, ജീസസ്. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓൾ കേഴ്സസ്, സകല ശാപങ്ങളിൽ നിന്നും കർത്താവ് നമുക്ക് വിമോചനം തന്നു. ഈശോ നമ്മുടെ നിത്യരക്ഷയായിട്ട് മാറി. നമ്മുടെ കർത്താവ് നമ്മുടെ നിത്യജീവന്റെ അടിസ്ഥാനമായിട്ട് മാറി. എബ്രായ പുസ്തകം 5:9 ഈ സത്യം ആത്മാവ് പഠിപ്പിക്കുന്നു. പരിപൂർണനാക്കപ്പെട്ടത് വഴി ആരെല്ലാം കർത്താവായ യേശുവിനെ അനുസരിക്കുന്നുവോ, താൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി യേശു മാറുകയാണ്. നമ്മുടെ കർത്താവ് നിത്യരക്ഷയുടെ ഉറവിടമായി മാറുകയാണ് തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം. അപ്പൊ നമ്മുടെ നിത്യരക്ഷ ആരാണ്? ഉറക്കെ പറഞ്ഞേ, നമ്മുടെ നിത്യരക്ഷ ആരാണ്? യേശുവാണ്. നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം ആരാണ്? കർത്താവായ യേശുവാണ്. അതെങ്ങനെ കർത്താവ് സാധിച്ചത്? തൻ്റെ ക്രൂശിലൂടെ,
തന്റെ ക്രൂശിലൂടെ, ക്രൂശ് മരണത്തിലൂടെ, തന്റെ ക്രൂശ് മരണത്തിലൂടെ എത്ര മഹനീയമായ രക്ഷാകരമായ പ്രവൃത്തിയാണ് കർത്താവ് നമ്മോട് ചെയ്തത്. അതുകൊണ്ട് കർത്താവ് പൗലോസ്ലീഹ പറയുന്നത് റോമർ 5:8, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുകയാണ് കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകം എന്ന് പറയുന്നത് മനുഷ്യവർഗമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചു, നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. സഹോദരേ, ഇതാണ് കർത്താവിന്റെ സുവിശേഷം. ഇതാണ് സുവിശേഷത്തിന് പങ്കുവെക്കാനുള്ളതാണ്. ഇതാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനം. ഈ സത്യം അനുഭവിച്ച് നമ്മൾ ജീവിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം മഹത്വപൂർണമാകും, അത് ആനന്ദമുള്ളതാകും, കൃപയുള്ളതാകും, അഭിഷേകം നിറവുള്ളതാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിന സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും. കർത്താവിന്റെ ക്രൂശേ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനായി സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും. നമ്മുടെ കർത്താവ്, നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയ നമ്മുടെ കർത്താവ് കാൽവരി മലയിൽ ആ കുരിശിൽ നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടുകയാണ്. അവൻ ഉയർത്തപ്പെടുകയാണ്. കാൽവരി കുരിശിൽ നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടുകയാണ്. മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 3:14 പരിശുദ്ധ വചനം പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നമ്മുടെ കർത്താവ് കാൽവരി മലയിൽ 3 ആണികളിൽ അവൻ ഉയർത്തപ്പെട്ടു. ആ മരക്കുരിശിൽ ഉയർത്തപ്പെട്ടു. നമ്മുടെ വീണ്ടെടുപ്പിനായി, നമ്മുടെ നിത്യരക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടുകയാണ്. കാൽവരി കുരിശിൽ, ആ കാൽവരി മലയിൽ. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതിനൊക്കെ അർത്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ. 21 അധ്യായം 6 മുതലുള്ള വചനങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച്. അപ്പോൾ കാരണം ജനം പെറുപെറുത്ത് ദൈവത്തോട് അവിശ്വസത കാണിച്ചു. ഒരു ന്യായവിധി വരികയാണ് ജനത്തിന് മേലെ. ആഗ്നേയ സർപ്പങ്ങൾ വരികയാണ്. ഈ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രായേലിലുള്ള വളരെ പേര് മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങേക്കും കർത്താവിനും എതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ഇതൊക്കെ പ്രൊഫറ്റിക് സയൻസ് ആണ്, പ്രവചനാത്മകമായ അടയാളങ്ങളാണ്. ദംശനമേൽക്കുന്നവർ, സർപ്പത്തിന്റെ കടി ഏൽക്കുന്നവർ ആ ഉയർത്തപ്പെട്ടിരിക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി, അവർ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി, അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി, അവർ ജീവിച്ചു, അവർക്ക് സൗഖ്യമുണ്ടായി. എൻ്റെ സഹോദരങ്ങൾ, ഇതുപോലെ മനുഷ്യവർഗത്തിന്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി 3 ആണികളാൽ മരത്തിൽ തൂക്കപ്പെട്ട് കാൽവരിയിൽ ഉയർത്തപ്പെട്ട
പുതിയ നിയമത്തിലെ പിച്ചള സർപ്പമാണ് കർത്താവായ യേശു ക്രിസ്തു. ആരെല്ലാം പ്രത്യാശയോടെ ഈ ക്രൂശിലേക്ക് നോക്കുന്നുവോ അവർക്ക് സൗഖ്യമുണ്ട്, അവർക്ക് ഡെലിവറൻസ് ഉണ്ട്, അവർക്ക് നിത്യരക്ഷയുടെ അനുഭവമുണ്ട്, അവർക്ക് നിത്യജീവന്റെ ശക്തിയുണ്ട്. ജീസസ്, ജീസസ്, ജീസസ്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഉയർത്തപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും കർത്താവിന്റെ കുരിശിൽ പൂർണ്ണമായ ഉത്തരമുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ ആകുലപ്പെടണ്ട. നിന്നെ ആകുലപ്പെടുത്തുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിന്റെ മക്കളെ കുറിച്ച്, സാമ്പത്തികമായി കൂടിയ തകർച്ചകളെ കുറിച്ച്, വിട്ടുമാറാത്ത രോഗങ്ങളെ കുറിച്ച്, നിന്റെ ജീവിതത്തിൽ അടിക്കടിക്കുണ്ടായ പരാജയങ്ങളെ കുറിച്ച്, പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുണ്ടായ വേർപാടുകളെ കുറിച്ച്, ആത്മീയമായ വരൾച്ചയെ കുറിച്ച്, ഒരുപാട് നൊമ്പരങ്ങളും മുറിപ്പാടുകളും വേദനകളും പ്രിയ ദൈവത്തിന്റെ പൈതലേ നിന്റെ അകത്തുണ്ട്. പ്രത്യാശയോടെ നീ കർത്താവിന്റെ കുരിശിലേക്ക് നോക്ക്. ഞാൻ ഈ വചനം പറയുമ്പോൾ അതെനിക്ക് അനുഭവിക്കുവാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് വൈകാരികമായി ഇളക്കാൻ വേണ്ടി പറയല്ല സഹോദരങ്ങളെ, അത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. കർത്താവിന്റെ ക്രൂശിലേക്ക് ആരെല്ലാം പ്രത്യാശയോടെ നോക്കുന്നുവോ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. ഈ കുരിശിൽ നിനക്ക് വീണ്ടെടുപ്പുണ്ട്, നിനക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, നിത്യമായ രക്ഷയുണ്ട്. ജീസസ്, 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 ജീസസ്. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ. ഈശോ, 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 ഈശോ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഓ ജീസസ്, എന്തുമാത്രം രക്ഷയുടെ അനുഭവമാണ് കർത്താവ് നമുക്ക് നൽകിയത്. സഹോദരങ്ങളെ, തിരുവചനത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു തിരുവചനമാണത്. പുറപ്പാട് പുസ്തകം, ദ ബുക്ക് ഓഫ് എക്സോഡസ്, 15-ാം അധ്യായമാണ്. അതിന് പശ്ചാത്തലം ഇതാണ്. കർത്താവ് തന്റെ ജനത്തെ ചെങ്കടൽ വിഭജിച്ച് വരണ്ട പാതയൊരുക്കി, കടലിന്റെ അടിത്തട്ടിൽ വരണ്ട പാതയൊരുക്കി തന്റെ ജനത്തെ അക്കരെ എത്തിച്ചു. ഇത്രയും വലിയ ദൈവപ്രവൃത്തി കണ്ടിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഒരു 3 ദിവസത്തെ യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിലെത്തി. അവിടുത്തെ വെള്ളം കയ്പ് നിറഞ്ഞ വെള്ളമായിരുന്നു. അവർക്കത് കുടിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി ദാഹം ഉണ്ടായി. വെള്ളം കുടിക്കാൻ കഴിയാത്തത് കൊണ്ട് ജനം പരാതി പറയാനും പിറുപിറുക്കാനും തുടങ്ങി. വെറും 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇത്രയും വലിയ ദൈവപ്രവൃത്തി കണ്ടിട്ട്. തങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് ചെങ്കടൽ വിഭജിച്ച് ആ കടലിന്റെ നടുവിൽ വരണ്ട പാതയൊരുക്കി, വരണ്ട ഭൂമിയൊരുക്കി, അത്ഭുതകരമായി ഞങ്ങളെ കരം പിടിച്ച് നയിച്ച കർത്താവാണ് ഇന്നും ഞങ്ങളെ നയിക്കുന്നത്. അവർ ഈ സത്യം മറന്നുപോയി. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. ദൈവത്തിന്റെ പരിപാലനകളും ദൈവം നൽകിയ നന്മകളും കർത്താവിന്റെ നടത്തിപ്പൊക്കെ നമ്മൾ ചില സമയം മറന്നുപോയി. നമ്മൾ ദുഃഖിതരും വിഷാദരും അസംതൃപ്തരും പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും നമ്മൾ നിരാശിതരുമായി മാറാറുണ്ട്. അതെന്തുമാത്രം കർത്താവിനെ വേദനിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുമാത്രം ദൈവമഹത്വം കണ്ടവരാണ് നമ്മൾ, ദൈവപ്രവൃത്തി അനുഭവിച്ചവരാണ്. കർത്താവിന്റെ കൃപയുടെ പരിപാലന ദിനംതോറും ലഭിച്ചവരാ നമ്മൾ. എന്നിട്ടാണ് നമ്മൾ പലപ്പോഴും അസംതൃപ്തരും നിരാശിതരും വിഷാദികളും പിറുപിറുക്കുന്നവരായി മാറുന്നത്. അതാണ് ഈശോയെ വേദനിപ്പിക്കുന്നത്. ഈ ജനത്തിന്റെ അവസ്ഥ അതായിരുന്നു. ഞങ്ങൾ ആ തിരുവചന ഭാഗം ഒന്ന് വായിച്ച്
പുറപ്പാട് 15:21 മുതൽ വചനങ്ങൾ ശ്രദ്ധിച്ച്. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുന്നോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ, സീനല്ല, ഷൂർ മരുഭൂമിയിലെത്തി. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർത്ത്. ശ്രദ്ധിക്കണം കേട്ടോ, മാറ. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ആ കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മാറ അനുഭവങ്ങളുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, നമ്മൾ ഒരുപാട് മുറിപ്പെടുത്തിയ, സങ്കടപ്പെടുത്തിയ, നമ്മളെ ചതിച്ചവരാകാം, വഞ്ചിച്ചവരാകാം, പറ്റിച്ചവരാകാം, നമ്മൾ വളരെ നൈസായി, നമ്മുടെ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമ്മളെ തേച്ചു പോയവരാകാം. ഇങ്ങനെ പല വിധത്തിൽ നമ്മളെ വിഷമിപ്പിച്ചവരെ, നമ്മുടെ പേരിനെ കളങ്കം വരുത്തിയവരെ, ഒരുപാട് മാറ അനുഭവങ്ങൾ നമുക്കുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് മാറ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ. ചില ഇടങ്ങളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ചില വ്യക്തികൾ വന്ന് സങ്കടം പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഈ വലിയ അണക്കെട്ട് പൊട്ടി ഒഴുകുന്നത് പോലെയാണ് അവർ കണ്ണീരോടെ പറയുക. അതുപോലത്തെ ഒത്തിരി സങ്കട അനുഭവങ്ങളുണ്ട്. ഇത് 1-2 വ്യക്തിയുടെ വിഷയമല്ല, 10,000-കണക്കിന് ജീവിതങ്ങൾ ഇതുപോലെ വേദനിച്ച് കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ മാറ അനുഭവം ഉണ്ടോ? ഇപ്പോഴും നീ കൈപ്പേറിയ അനുഭവങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ? ഇപ്പോഴും ചില കൈപ്പേറിയ അനുഭവങ്ങള് നിന്റെ ജീവിതത്തിന്റെ ആനന്ദത്തെ കെടുത്തിക്കളയുന്നുണ്ടോ? പ്രത്യാശ ഇല്ലാതാക്കുന്നുണ്ടോ? പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇതെനിക്കും നിനക്കുമുള്ള ദൂത, ഇത് കർത്താവ് തരുന്ന ആലോചനയാ, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രൊഫസിയാ. ഏറ്റെടുത്തോ, നീ പ്രാപിച്ചോ. മാറ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഈ വചനം തരികയാ. ഇത് ക്രൂശിന്റെ വചനമാണ്, ഇത് ക്രൂശിന്റെ വചനമാണ്, ഇത് ക്രൂശിന്റെ ശക്തിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ശക്തി അനുഭവിക്കണം. വെള്ളം കയ്പുള്ളതാണ്, കുടിക്കാൻ പറ്റിയില്ല. 24 വചനം പറഞ്ഞ് ജനം പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്ത് കുടിക്കും? ഞങ്ങൾ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു? ഈ സമയത്ത് മോശ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവെ രക്ഷിക്കണേ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് ഒരു തടി കഷ്ണം, ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുത്തു. പ്രവാചകൻ എന്ത് ചെയ്തു? ആ തടി കഷ്ണം വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. കയ്പ് മധുരമായി മാറി. അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. ആ കയ്പ് മാറാൻ ദൈവം പറഞ്ഞു കൊടുത്ത വ്യവസ്ഥ എന്തായിരുന്നു? നീ ആ മരക്കഷ്ണം ആ കയ്പ് വെള്ളത്തിലേക്ക് ഇടുക. നിങ്ങൾ ഈ മരത്തിലേക്ക് നോക്കി, ഈ മരക്കഷ്ണത്തിലോട്ട് നോക്കി. ഒന്ന് നീളത്തിൽ കണ്ടോ, ഒന്ന് എന്താണ്, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടും പിന്നെ കുറുകനെ വെച്ചിരിക്കുകയാണ്. രണ്ട് മരക്കഷ്ണങ്ങൾ, ഒന്ന് നീളത്തിൽ, ഒന്ന് കണ്ടോ കുറുകെ വെച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ മരക്കുരിശിലോട്ട് നോക്ക്. നമ്മുടെ സകല കയ്പുകളെയും മധുരമാക്കുന്ന തടിക്കഷ്ണമാണ് കർത്താവിന്റെ ക്രൂശ്. ഈ ക്രൂശിൽ നിന്റെ സകല മാറകളും മാധുര്യങ്ങളായിട്ട് മാറും. നിന്റെ കയ്പുകള്, നിന്റെ കണ്ണുനീരുകള്, നിന്റെ സങ്കടങ്ങള്, നിന്നെ വേദനിപ്പിച്ച നൊമ്പരപ്പെടുത്തുന്ന നിന്റെ മുറിപ്പാടുകള്, ഇതെല്ലാം കൃപയായി, സൗഖ്യമായി, അനുഗ്രഹമായി, ജീവനായി, രക്ഷയായി മാറുന്ന അനുഭവമാണ് കർത്താവിന്റെ ക്രൂശ്. സ്തുതിക്കുന്നു. ഈ കുരിശിലേക്ക് നീ നോക്കണം. ഇതാണ് ക്രൂശിന്റെ ശക്തി. സകല അനുഭവങ്ങളെയും, സകല കൈപ്പേറിയ അനുഭവങ്ങളെയും മധുരമാക്കുന്നതാണ് കർത്താവിന്റെ കുരിശ്. സഹോദരങ്ങളെ, ഈ കുരിശിൽ നമുക്ക് പൂർണ്ണമായ വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. സമ്പൂർണമായ രക്ഷയുണ്ട്. അനുഭവങ്ങളെ മാധുര്യമുള്ള അനുഭവങ്ങളാക്കി മാറ്റുന്നതാണ് ഈ ക്രൂശ്.
പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമുക്ക് പ്രത്യാശയുള്ളവരാ. കർത്താവിന്റെ കുരിശിലേക്ക് ഓടി വരാം. ആ കുരിശിൽ അഭയം പ്രാപിക്കാം. ആ കുരിശിനെ കെട്ടിപ്പിടിക്കാം. ആ കുരിശിൽ കണ്ണീരൊഴുക്കാം. നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. ഇത് കർത്താവിന്റെ പ്രോമിസാ. നീ വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ഈ ക്രൂശിന്റെ അഭിഷേകം നീ ഏറ്റെടുത്തോ? കുരിശിന്റെ ശക്തി നീ ഏറ്റെടുത്തോ? സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. നമ്മളതിന് അവസാന ഭാഗത്തോട്ട് വരിക സഹോദരങ്ങളെ. കർത്താവിന്റെ കുരിശിൽ പൂർണ്ണതയുണ്ട്, ഫുൾനെസ് ഉണ്ട്. പൗലോസ് പറയാണ്, കൊളോസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 19-20 വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. എന്തെന്നാൽ ക്രിസ്തുവിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവപിതാവ് തീരുമാനിച്ചു. സകല പൂർണ്ണത, എല്ലാറ്റിന്റെയും ഫുൾനെസ് ആണ് നമ്മുടെ കർത്താവ്. കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പാ, ഞാൻ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. ഞാൻ ഒന്നുപോലും മാറ്റിവെച്ചിട്ടില്ല. ഞാൻ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. പൗലോസ് സത്യസഭയെ പഠിപ്പിക്കുക, സകലതിന്റെയും സമ്പൂർണത, പരിപൂർണത ക്രിസ്തുവിലാണ് നിറവേറപ്പെട്ടിരിക്കുന്നത്. ദൈവത്വത്തിന്റെ പൂർണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാറ്റിന്റെ ഫുൾനെസ് ആണ് ജീസസ്, നമ്മുടെ കർത്താവ്. ഈ കുരിശിൽ സകലത്തിലുള്ള ഉത്തരവുണ്ടോ? കർത്താവിന് തൂക്കപ്പെട്ട കുരിശായത്. ഇത് ചങ്കിനോട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ക്രൂശ് ഉണ്ടാകണം. കർത്താവിന്റെ കുരിശ്, ഈ ക്രൂശിക്കപ്പെട്ട ക്രൂശിതനായ ക്രിസ്തുവിന്റെ ഈ തിരുസ്വരൂപം ഉണ്ടാവണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഉണർവോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇത് മഹത്വത്തിന്റെ അടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്, പ്രത്യാശയുടെയും അതിലേറെ ആനന്ദത്തിന്റെ അനുഭവമാണ് കർത്താവിന്റെ ക്രൂശ്. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഈ ക്രൂശിൽ എന്തുണ്ട്? ഈ ക്രൂശിൽ എന്തുണ്ട്? എബ്രായ പുസ്തകം 13-ാം അധ്യായം 20-21 വചനം കൂടി വായിക്കാം. നമുക്ക് സന്തോഷത്തോടെ വായിച്ച്, പ്രത്യാശയോടെ വായിച്ച്. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിന് ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട്, കണ്ടോ, സകല നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാകട്ടെ. നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ, നിത്യമായ ഉടമ്പടി, അത് കർത്താവിന്റെ ക്രൂശിലാണ് കർത്താവ് രക്തം ചിന്തിയത്. സെഹിയോൻ ഊട്ടുശാലയിൽ കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചെങ്കിലും അതിന്റെ പൂർത്തീകരണം കാൽവരി കുരിശിൽ തന്റെ തിരുബലിയിൽ കർത്താവ് നിറവേറ്റുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത്, ഏകബലി സമർപ്പണം വഴി അവൻ എന്നേക്കുമായി നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നു. പരിപൂർണരാക്കിയിരിക്കുന്നു. കർത്താവിന്റെ ക്രൂശിൽ നമുക്ക് പൂർണ്ണതയുണ്ട്, നമുക്ക് സമ്പൂർണമായ രക്ഷയുണ്ട്, നമുക്ക് വീണ്ടെടുപ്പുണ്ട്, നമുക്ക് സൗഖ്യമുണ്ട്, ഡെലിവറൻസ് ഉണ്ട്, നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നമ്മൾ എന്തിനാ വ്യഗ്രത പൂണ്ടുന്നത്? ആ ക്രൂശിലേക്ക് പ്രത്യാശയുടെ നോക്ക്. വിശുദ്ധ വാരങ്ങളാണ്, പെസഹാ തിരുനാളും ദുഃഖവെള്ളിയും ദുഃഖശരിയും നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളെല്ലാം ഏറ്റവും അടുത്തൊരുക്കത്തോടെ ഒരു ചടങ്ങായി, ഒരു അനുഷ്ഠാനമായി മാറാതെ അതിലൂടെ ഒഴുകപ്പെടുന്ന കൃപയെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും യോഗ്യതയോടെ ഈ വിശുദ്ധ വാരത്തിലെ തിരുക്കർമ്മങ്ങളിൽ, ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതം അത് സ്ട്രോങ് ആകണം. തൊലിപ്പുറത്തുള്ള വിശ്വാസമായി മാറരുത്. ആഴത്തിലുള്ളൊരു വിശ്വാസം, നിലനിൽക്കുന്നൊരു വിശ്വാസം. പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ കാറ്റും കോളും ആഞ്ഞടിച്ചാലും കർത്താവിൻ്റെ കുരിശിൽ അഭയം പ്രാപിച്ച് കർത്താവിനെ ട്രസ്റ്റ് ചെയ്ത് വിശ്വാസ ജീവിതം ബലത്തോടെ നയിക്കുന്ന കൃപയുള്ള ക്രൈസ്തവരായി നമ്മൾ മാറണം. അതാണ് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ഒരുങ്ങാം.